എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് വായ്പയായി സ്വീകരിക്കാവുന്ന ശരണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിരവധിയായ പദ്ധതികൾ സംസ്ഥാനത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട്. സമാനമായി തൊഴിൽ രഹിതരായ വിധവകൾ, ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവർ, നിയമാനുസൃതം വിവാഹബന്ധം വേർപെടുത്തിയവർ, 30 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർ, പട്ടിക ജാതി വിഭാഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർ എന്നിവരെ സഹായിക്കാനും ചില പദ്ധതികൾ ഇപ്രകാരം സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ശരണ്യ പദ്ധതി. കഴിഞ്ഞ കുറച്ച് നാളുകളായി ശരണ്യ സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. 2010-2011 സാമ്പത്തിക വർഷത്തിലാണ് ശരണ്യ സ്വയം തൊഴിൽ പദ്ധതി ആരംഭിക്കുന്നത്. എന്താണ് ശരണ്യ പദ്ധതി എന്നും ആരൊക്കെയാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കളെന്നും നമുക്ക് പരിശോധിക്കാം. പദ്ധതിയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് സാമ്പത്തിക വർഷാടിസ്ഥാനത്തിലാണ് പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ഓരോ വർഷവും സർക്കാർ ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന തുകയ്ക്കനുസരിച്ച് വായ്പാ വിതരണം നടത്തുന്നതാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി വഴി പരമാവധി 50,000 രൂപയുടെ സഹായമാണ് അനുവദിക്കുന്നത്. ഇതിൽ 50% എന്ന് പറയുന്നത് നമുക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫോറം സൗജന്യമായി നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് അപേക്ഷാ ഫോറം വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോറം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പദ്ധതി മുഖാന്തരം വായ്പയ്ക്ക് അപേക്ഷിക്കുന്നവർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് ഉറപ്പായിട്ടും രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. വായ്പ ലഭിച്ച ഉദ്യോഗാർത്ഥികളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള താൽക്കാലിക ജോലികൾക്ക് പരിഗണിക്കുന്നതല്ല. എന്നാൽ സ്ഥിരം ജോലികൾക്ക് ഇത് തടസ്സമാകില്ല. അതേസമയം നമുക്ക് ഈ പദ്ധതി പ്രകാരം എടുത്തിട്ടുള്ള വായ്പാ തുക പൂർണ്ണമായി നമുക്ക് അടച്ചു തീർക്കേണ്ടി വരുന്നതാണ്. പദ്ധതിക്ക് കീഴിൽ ഒന്നിലധികം പേർ ചേർന്ന് സംയുക്തമായ സംരംഭങ്ങൾ ആരംഭിക്കാവുന്നതാണ്. വായ്പാ തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. മാസത്തവണയായില്ലെങ്കിൽ 60 പ്രാവശ്യം ആയി നമുക്ക് അടച്ചു തീർക്കാവുന്നതാണ്. ബന്ധപ്പെട്ട ജില്ല അല്ലെങ്കിൽ ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പണം നമുക്ക് അടയ്ക്കാവുന്നതാണ്. തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ റവന്യൂ റിക്കവറി നടപടികൾ സ്വീകരിക്കുന്നതാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നാം നോക്കുമ്പോൾ 18-നും 55 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരാണ്. അവിവാഹിതരുടെ പ്രായം സാമ്പത്തിക വർഷം ഏപ്രിൽ 1-ന് 30 വയസ്സ് പൂർത്തിയാക്കിയിരിക്കേണ്ടതാണ് എന്നാണ് ഇതിൽ പ്രകാരം പറയുന്ന ചട്ടം വന്നത്. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പ്രൊഫഷണൽ അല്ലെങ്കിൽ സാങ്കേതിക യോഗ്യതയുള്ളവർക്കും വ്യാവസായിക പരിശീലന വകുപ്പ് പരമ്പരാഗത തൊഴിലാളികൾക്ക് നൽകുന്ന പ്രവൃത്തി കാര്യക്ഷമത സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും IT അല്ലെങ്കിൽ ITC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരം നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും അറിയാത്തവരായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരിലേക്ക് നിങ്ങളെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഒരു സ്വയം തൊഴിൽ കണ്ടെത്തി ഒരു ഉപജീവന മാർഗത്തിനുള്ള ഒരു ഉപകാരമാകും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി തുടർന്നും കാണും വരെ ഗുഡ് ബൈ.